തേർഡ് യൂണിറ്റ് ആണ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ്ജക്ട് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2024, 23, 22 വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള BEd ഫസ്റ്റ് സെമസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റിന്റെയും സെക്കൻഡ് യൂണിറ്റിന്റെയും എക്സ്പ്ലനേറ്റീവ് വീഡിയോ ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അതിന് പഠിക്കേണ്ടതാണ്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം ആണ്. കൺസ്ട്രക്റ്റിവിസവും കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമാണ് ഇതിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കൊരു 3 ഏരിയകൾ നമുക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി കഴിയും. അതിൽ മെയിൻലി നമ്മളോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് ഒരു ഏരിയയിൽ നിന്നാണ്. അതെന്താണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതും അതേപോലെ തന്നെ പെഡഗോഗിക്കൽ അപ്രോച്ചസ് ഏതൊക്കെ എന്നുള്ളതുമാണ്. അത് കൂടാതെ തന്നെ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതും പെഡഗോഗിക്കൽ അപ്രോച്ചസ് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഡിഫൈൻ കൺസ്ട്രക്റ്റിവിസം, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ ആൻഡ് ദെയർ ലേണിംഗ് പ്രോസസ് എന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്നുമാണ് ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏത്? ഡിഫൈൻ കൺസ്ട്രക്റ്റിവിസം, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ ആൻഡ് ദെയർ ലേണിംഗ് പ്രോസസ്. ഓക്കെ, മറ്റു 2 ക്വസ്റ്റ്യൻസും പെഡഗോഗിക്കൽ അപ്രോച്ചസ് ആണ് അതിൽ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് പെഡഗോഗിക്കൽ അപ്രോച്ച്, മറ്റൊന്ന് ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടുള്ള എന്താണ് കൺസ്ട്രക്റ്റിവിസം, അതിന്റെ മീനിങ്, അതിന്റെ നേച്ചർ, അതിന്റെ ലേണിംഗ് പ്രോസസ്സുകൾ. അതുകൂടാതെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്, പക്ഷെ അതിന്റെ ആൻസറും പെഡഗോഗിക്കൽ അപ്രോച്ച് തന്നെയാണ്, ഇംപ്ലിക്കേഷൻസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത്. ദെൻ 2ാമത്തെ മേഖല എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ലേണിംഗും ലേണർ സെന്റേർഡ് ലേണിംഗും. അതായത് പെഡഗോഗിക്കൽ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ലേണർ സെന്റേർഡ് ലേണിംഗ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നൽകുന്ന മെത്തേഡാണ് ലേണർ സെന്റേർഡ് ടീച്ചിങ്. അത് തന്നെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗിക്കൽ അപ്രോച്ച് ആയിട്ടും എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടീച്ചർ സെന്റേർഡ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. ലേണർ സെന്റേർഡ് ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഡിഫറൻസിയേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു 4, 5, 6 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ജസ്റ്റിഫൈ why teacher centered learning is still in practice by highlighting its advantages and limitations എന്നുള്ളത്. Explain the learner centered teaching and learning and its advantages. Then the differentiate between ലേണർ സെന്റേർഡ് ടീച്ചിങ് ആൻഡ് ടീച്ചർ സെന്റേർഡ് ലേണിംഗ്. അപ്പോൾ ഈ ഒരു 4, 5 ക്വസ്റ്റ്യൻസിനെ ഞാൻ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ള പെഡഗോഗിക്കൽ അപ്രോച്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലായിട്ട് നോക്കുന്നത്. അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതായിരിക്കും നമുക്ക് കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ഇൻക്ലൂഡ്സ് എന്നുള്ളത്. അതായത് എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പഠിച്ചിട്ടുണ്ടാവും. തന്നിട്ടുള്ള നോട്ട്സും PDF-ഉം റെക്കോർഡഡ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൺസോൾട്ടേറ്റഡ് ഡിസ്കഷൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബാക്കപ്പ് ഉള്ളവർ വന്ന് ഇത് കാണുമ്പോഴാണ് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മുൻപ് തന്നിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം ഇത് കാണുമ്പോൾ കുറെ കൂടി സിമ്പിൾ ആയിരിക്കും. അതല്ലെങ്കിൽ എന്തോ വലിയ കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നും. അതെല്ലാം അവസാന നിമിഷത്തിൽ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് എക്സാം എഴുതി പാസ്സാക്കാനും കഴിയും. ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് ലേണേഴ്സ് കൺസ്ട്രക്ട് ദെയർ ഓൺ മീനിങ്. എന്താണ് ആ ലേണർ പഠിതാവ് തന്നെയാണ് ആ ഒരു പഠിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുന്നത്, അത് ഉണ്ടാക്കിയെടുക്കുന്നത് പഠിതാവ് തന്നെയാണെന്നുള്ളത്. അതിനെ തന്നെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്നും പറയുന്നത്. ന്യൂ ലേണിംഗ് ബിൽഡ്സ് ഓൺ പ്രിയർ നോളജ്. പുതിയ പുതിയ അറിവുകൾ ഒരു ലേണർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുൻപ് അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും. എനിക്ക് എന്റെ അഭിരുചി ഏതാണോ, എന്റെ ഏരിയ ഏതാണോ, ഞാൻ ഏതാണോ പരിചയപ്പെട്ടത്, ആ പരിചയപ്പെട്ട എന്റെ അഭിരുചിയുള്ള ഏരിയയിലൂടെയുള്ള പഠനമായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ന്യൂ ലേണിംഗ് ബിൽഡ്സ് ഓൺ പ്രിയർ നോളജ് എന്നുള്ളത്. ദെൻ ലേണിംഗ് ഈസ് എൻഹാൻസ്ഡ് ബൈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിൽ നടക്കുന്ന എന്താണ്, സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് കുട്ടികൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, പഠനം നടക്കുന്നത് എന്നുള്ളതാണ്. മീനിങ് ഫുൾ ലേണിംഗ് ഡെവലപ്സ് ത്രൂ ഒതന്റിക് ടാസ്ക്സ് എന്നുള്ളതാണ്. മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഒതന്റിക് ടാസ്കുകൾ, അതല്ലെങ്കിൽ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പ്രായോഗികത ഉള്ള കാര്യങ്ങളൊക്കെ
പഠിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് മീനിങ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? മീനിങ് ലേണിംഗ് ആണ്. പ്രായോഗിക ബുദ്ധിയോടുകൂടി പ്രയോഗിക്കത്തക്ക രീതിയിലുള്ള ലേണിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിൽ ഉൾപ്പെടുന്ന മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവയെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. ലേണേഴ്സ് കൺസ്ട്രക്ട് ദെയർ ഓൺ മീനിങ്, new learning builds on prior knowledge, learning is enhanced by social interaction, meaningful learning develops through authentic tasks എന്നുള്ളത്. അത് കൂടാതെ തന്നെ ദ നേച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ, ഒരു ലേണറുടെ നേച്ചർ എന്താണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണറുടെ ഒരു നേച്ചർ എന്താണ്? അത് ബ്രൂക്സും ആൻഡ് ബ്രൂക്സ് എന്നുള്ളത് രണ്ട് വ്യക്തികൾ കൂടി ചേർന്ന് 1999 ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേച്ചേഴ്സ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഈ ഒരു എന്താണ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ്, എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു പോയിന്റ്സുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ആൻഡ് ടേക്ക് ഓണർഷിപ്പ് ഫോർ ദെയർ ഓൺ ലേണിംഗ്, ദെയർബൈ ഡെവലപ്പിംഗ് ദെയർ ഓൺ ഇന്റലക്ച്വൽ ഐഡന്റിറ്റി എന്നുള്ളതാണ്. ആ കുട്ടികൾ തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. അവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ സ്വമേധയാ മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഇന്റലക്ച്വൽ എബിലിറ്റിയെ വളർത്തിയെടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഐഡിയാസ് ആർ റെസ്പെക്റ്റഡ്, കുട്ടികളുടെ ഐഡിയ എന്നാണ് നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. നമ്മുടെ ഐഡിയ കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം കുട്ടികളുടെ ഐഡിയക്ക് മുൻതൂക്കം നൽകണം. ഇൻഡിപെൻഡന്റ് തിങ്കിങ് ഈസ് എൻകറേജ്ഡ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട എന്താണ്? അവരവരുടെ ചിന്തകൾക്ക് മുൻതൂക്കം നൽകണം, അല്ലെങ്കിൽ അവരവരുടെ ചിന്തകൾക്ക് പ്രോത്സാഹനം നൽകണം. സ്റ്റുഡൻസ് ഡെവലപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡന്റിഫൈ ഇഷ്യൂസ്, then gather and analyze information to create their answers. In this way they become problem solvers എന്നുള്ളതാണ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും ഐഡിയാസ് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് അതിനെ ഇൻഫോർമേഷനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ സൊല്യൂഷൻസും പ്രോബ്ലംസും സോൾവ് ചെയ്യാനൊക്കെ തക്കതായി മാറുകയും അങ്ങനെ അവരൊരു പ്രോബ്ലം സോൾവർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയൊക്കെ ചെയ്യുന്ന രീതിയെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ എന്ന് പറയുന്നത്. അവരെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ എന്ന് പറയുന്നത്. ദ ടീച്ചർ ആസ്ക്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, wait time is allowed, it takes time to reflect and build on their ideas of their. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, ഒരു 60 കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ 60 കുട്ടികൾക്കും 60 ടൈപ്പ് ഓഫ് ആൻസേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു 10 പേരോട് ഒരു ചോദ്യം ചോദിക്കുന്നു, പക്ഷെ ആ ചോദ്യത്തിന് 10 പേർക്കും 10 ആൻസർ ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നാ പറയുക. സോ ഇത്രയുമാണ് എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ, എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻട്രോഡക്ടറി പാർട്ടിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നത്. ഇനി ഇതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കാതലായിട്ട് വരുന്ന ഒരു ഏരിയ ആണെന്ന് പറയുന്നത് പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. എന്താണ് പെഡഗോഗിക്കൽ അപ്രോച്ചസ്? ഈ പെഡഗോഗിക്കൽ അപ്രോച്ചസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻലി ഒരു 6 ഹെഡിങ്ങുകളിലൂടെ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്, രണ്ടാമത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, 3 പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, 4ാമത്തത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, 5 കൊളാബറേറ്റീവ് ലേണിംഗ്, 6 ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡിലെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ഒന്ന് കോപ്പറേറ്റീവ് ലേണിംഗ്, മറ്റൊന്ന് കൊളാബറേറ്റീവ് ലേണിംഗ്. അതിവിടെ നോട്ട് ചെയ്ത് വെക്കുക. 2 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡിൽ. ഒന്ന് കോപ്പറേറ്റീവ് ലേണിംഗും മറ്റൊന്ന് കൊളാബറേറ്റീവ് ലേണിംഗ്. അതെന്താണെന്ന് പ്രത്യേകം പഠിക്കുക. ഞാൻ പല ക്ലാസ്സുകളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് ഞാൻ ഇവിടെ എടുത്ത് ഈ ഒരു ക്ലാസ്സിനെ വൈഡ് ആക്കുന്നില്ല. സോ ഈ ഒരു 6 പോയിന്റ്സിന്റെ ഓരോന്നിന്റെ അണ്ടറിൽ 3-4 പോയിന്റ്സ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തത് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് എൻകറേജസ് ക്യൂരിയോസിറ്റി, കുട്ടികളിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കുക, ക്യൂരിയോസിറ്റി. രണ്ടാമത് ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, കുട്ടികളിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക. ദെൻ ഫോസ്റ്റേഴ്സ് കൊളാബറേഷൻസ്, പരസ്പരം കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് വർക്കുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അതിന്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റ്സുകൾ പ്രസന്റ്
പ്രസൻസ് റിയൽ വേൾഡ് സിനാരിയോസ്, അതായത് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഉദാഹരണങ്ങളാക്കിക്കൊണ്ട് നടത്തിക്കുക. ദെൻ എൻകറേജസ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, നമുക്ക് നമ്മളെ തന്നെ ഡയറക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വളർച്ചയാണ് കുട്ടികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഡെവലപ്സ് പ്രോബ്ലംസ് സോൾവിംഗ് സ്കിൽസ്, കുട്ടികളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യണം. ദെൻ മൂന്നാമത്തെ മെയിൻ പോയിന്റ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഇന്റഗ്രേറ്റ്സ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ബൃഹത്തായിട്ടുള്ള ആശയങ്ങൾ കിട്ടിത്തുടങ്ങും. ദെൻ ഫോസ്റ്റേഴ്സ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻസ്, അതായത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്കും പുതുമയാർന്ന കണ്ടുപിടുത്തങ്ങൾക്കും ഒക്കെ മുൻതൂക്കം കൊടുക്കുക. ദെൻ ഡെവലപ്സ് ടൈം മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ, അതായത് ഈ ഒരു കിട്ടിയ ടൈം ഒരു 20 മിനിറ്റ് ആണ് കൊടുത്തെങ്കിൽ ആ 20 മിനിറ്റ് കൊണ്ടിൽ 8 പേരാണ് ഗ്രൂപ്പിലുള്ളതെങ്കിൽ ആ 8 പേരും കറക്റ്റ് ആയിട്ട് ടൈം ബോണ്ട് ആയിട്ട് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പ്രൊജക്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ബോണ്ട് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് കൊടുക്കുക അവർക്ക്. നെക്സ്റ്റ് ഫോർത്ത് ഏരിയ എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രൊവൈഡ്സ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. പല ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസുകൾ കൊടുക്കുക. എൻകറേജസ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അസസ്മെന്റ് എൻകറേജ് ചെയ്യുക. നമുക്ക് നമ്മളെ തന്നെ സ്വയം, കുട്ടികളെ തന്നെ സ്വയം അനലൈസ് ചെയ്യാനും അവരുടെ മാറ്റങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു എൻകറേജ്മെന്റ്, ഒരു പ്രോത്സാഹനം അവർക്ക് നൽകുക. ഡെവലപ്സ് പ്രാക്ടിക്കൽ സ്കിൽസ്, കുട്ടികളുടെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ്, നമ്മുടെ ജീവിത വിജയത്തിന് പലതരത്തിലുള്ള സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഡ്രൈവിംഗ് സ്കില്ല്, നീന്തൽ, അതേപോലെ തന്നെ കുക്കിംഗ്, പിന്നെ അതേപോലെ തന്നെ ടീച്ചിങ് ഒരു സ്കില്ല് കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുക, ഇതൊക്കെ ഒരു ലൈഫ് സ്കില്ലുകളാണ്. ഓക്കെ, അപ്പോൾ കാർ വാഷ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ലൈഫ് സ്കില്ലുകൾ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുക. ഹോസ്റ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന സ്കില്ലുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ ഒരു ലൈഫ് സ്കില്ലുകളാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ വരുന്ന ഒന്നാണ് ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കില്ലുകൾ കൊടുക്കുക, അതിനെയാണ് ലൈഫ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഫോസ്റ്റേഴ്സ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യണം, ടീം വർക്കിനും കമ്മ്യൂണിക്കേഷൻസിനും മുൻതൂക്കം നൽകുക, കൊളാബറേഷൻ നടത്തുക. ദെൻ എൻകറേജസ് പിയർ ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട്. ദെൻ ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ് ആൻഡ് എംപതി. ദ ലാസ്റ്റ് പോയിന്റ് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ്സ് ലേണിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം, ടെക്നോളജിക്കൽ സപ്പോർട്ട് കൂടി ഡെവലപ്പ് ചെയ്യും. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതല്ലെങ്കിൽ വളരെ ബൃഹത്തായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികൾക്ക് ടെക്നോളജിക്കൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. ദെൻ പ്രൊവൈഡ്സ് ആക്സസ് ടു ഡിജിറ്റൽ റിസോഴ്സസ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റ്സ്: പ്രൊവൈഡ്സ് ആക്സസ് ടു ഡിജിറ്റൽ റിസോഴ്സസ്, ഫെസിലിറ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ദ ലാസ്റ്റ് വൺ ഡെവലപ്സ് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഫ്ലുവൻസി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതിൽ നമ്മളൊരു അധ്യാപകൻ ഒരു ഗൈഡായിട്ട്, സ്കഫോൾഡർ ആയിട്ട് അല്ലെങ്കിൽ കൈത്താങ്ങായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ലിസ്റ്റ് ചെയ്യുക വഴി ഈ കുട്ടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി വരണം എന്നതും കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലാസ്സുകൾ കൊടുക്കാൻ. അപ്പോൾ 6 മെയിൻ ഹെഡുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, 2 പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, 3 പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, 4 എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, 5 കൊളാബറേറ്റീവ് ലേണിംഗ്, ദ ലാസ്റ്റ് വൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഇതാണ് പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം എന്നതിന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് ഈ ഒരു യൂണിറ്റിൽ അവസാനമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ലേണിംഗും ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് ടീച്ചർ സെന്റേർഡ് ലേണിംഗ്, എന്താണ് ലേണർ സെന്റേർഡ് ലേണിംഗ്? ടീച്ചർ സെന്റേർഡ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇപ്പോഴും അത് എന്തുണ്ട്, കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. ടീച്ചർ സെന്റേർഡ് ലേണിംഗ് അധ്യാപകർക്ക് മുൻതൂക്കം നൽകുക, അധ്യാപകർ ലെക്ചേഴ്സ് എടുക്കുക, ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയാണ് ടീച്ചർ സെന്റർ. അതൊരു ട്രഡീഷണൽ മോഡലാണ്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ടതില്ല, എങ്കിലും നിങ്ങൾക്ക് നോട്ട്സിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്താണ് ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് മുൻതൂക്കം നൽകുക. അപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ് ലേണർ സെന്റേർഡ് ടീച്ചിങ് ആണ് മുൻതൂക്കം നൽകുന്നത്. ലേണർ സെന്റേർഡ് ടീച്ചിങ്ങിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പെഡഗോഗിക്കൽ അപ്രോച്ച് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. Then learner-centered teaching is an approach that places the learner or the students at the center of the learning. ഒരു ലേണിംഗ് പ്രോസസ്സിലെ സെൻട്രൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ലേണർ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് എന്ന് പറയുന്നത് ലേണർ സെന്റേർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ലേണർ ഓർ സ്റ്റുഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ് വൈൽ ദ ടീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ ലേണിംഗ്. ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുകയാണ് ചെയ്യുക, സ്കഫോൾഡിംഗ് കൊടുക്കുകയാണ് ചെയ്യുക, കൈത്താങ് കൊടുക്കുകയാണ് ചെയ്യുക, ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ആര് ചെയ്യുക, അധ്യാപകൻ ചെയ്യുക. എന്നാൽ ഈ കുട്ടികളാണ് സ്വമേധയാ അറിവ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ് ഓർ സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ്.
അപ്പോൾ ലേണർ സെന്റേഡ് ടീച്ചിങ് എന്ന് പറയുന്നതും സ്റ്റുഡന്റ് സെന്റേഡ് ലേണിംഗ് എന്ന് പറയുന്നതും സെയിം ആണ്. ദ ലേണർ സെന്റേഡ് എഡ്യൂക്കേഷൻ broadly encompasses methods of teaching that shift the focus on ഇൻസ്ട്രക്ഷൻ ഫ്രം ദി ടീച്ചർ ടു ദി സ്റ്റുഡന്റ്. ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. സ്കാഫോൾഡിങ്, ഇൻസ്ട്രക്ഷൻസ്, കൈത്താങ്, പിന്നെ അത്തരത്തിലുള്ള സപ്പോർട്ട്, ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ടീച്ചർ സെന്റേഡ് ലേണിംഗും ലേണർ സെന്റേഡ് ലേണിംഗും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എടുത്ത് പറയേണ്ടത്. ലേണർ സെന്റേഡ് ടീച്ചിങ്ങിലെ ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ലേണർ ആണ്, സ്റ്റുഡന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ 2 ഏരിയ മാത്രമേ ഈ 3rd യൂണിറ്റിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളൂ. ടീച്ചിങ് ആൻഡ് ലേണിംഗിലെ 3rd യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മുൻപേ തന്നെ ഒരു വീഡിയോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള 3rd യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 ഏരിയ ആണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. എന്താണ് കൺസ്ട്രക്റ്റീവിസം, അതിന്റെ പെഡഗോഗിക്കൽ അപ്രോച്ചസ്, അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട്. ദെൻ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ലേണർ സെന്റേഡ് ടീച്ചിങ്. ഇനി അതിൽ തന്നെ ടീച്ചർ സെന്റേഡ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും, ഇതേപോലെ തന്നെ ലേണർ സെന്റേഡ് ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. ഇത്രയും നിങ്ങൾ ഈ യൂണിറ്റിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ 100% ഷുവറാണ് മക്കളെ, നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. കൂടുതൽ ക്ലാസ്സുകളോ മറ്റേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കുകളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള പിക്ചേഴ്സും അതിന്റെ ആൻസേഴ്സും മാത്രമായിട്ട് നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.